ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രോഗികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്ന ഒരു ആശങ്കയാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് പലപ്പോഴും സ്റ്റാറ്റിൻ അല്ലെങ്കിൽ കൊളസ്ട്രോളിലുള്ള ഗുളിക പലപ്പോഴും ഡോക്ടർമാർ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തുടങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ രോഗികൾ പലപ്പോഴും എന്തിനാണിത് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ അവർ നമ്മളെ അടുത്ത് വന്നിട്ട് പറയും, എൻ്റെ കൊളസ്ട്രോളിൻ്റെ LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലല്ലേ ഡോക്ടറെ, 100 താഴെയാണ്, 130 താഴെയാണ്, അത് ലാബിൽ അല്ലെ കട്ട് ഓഫൊക്കെ നോക്കുമ്പോൾ നോർമലായിട്ട് തന്നെയല്ലേ കാണുന്നത്, എന്നിട്ട് എന്തിനാണ് സ്റ്റാറ്റിൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് കാർഡിയോവാസ്കുലർ ഇവൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത്. ഇങ്ങനെ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിൽ അവരുടെ ഏജ് 40-നും 75-നും ഇടയിലാണെങ്കിൽ, അവരുടെ LDL കൊളസ്ട്രോൾ 70-ന് മുകളിലാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന സ്റ്റാറ്റിൻ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിനുകളും, റിസ്ക് ഫാക്ടറുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മീഡിയം ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിനുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് അറ്റോറോസ്റ്റാറ്റിൻ 10 മില്ലിഗ്രാമോ റോസ്വാസ്റ്റാറ്റിൻ 5 മില്ലിഗ്രാമോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള 40 വയസ്സിന് മുകളിലുള്ള രോഗികൾ സ്റ്റാറ്റിൻ മരുന്നുകൾ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ സ്ട്രോക്കും ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. താങ്ക് യു. Stay healthy. Follow for more.